Good afternoon. Good afternoon, ma'am. Prayer. Start it, ma'am. Okay. Good afternoon, ma'am, and good afternoon, friends. Prayer. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we will walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid, we are not afraid, we are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. Thank you, Miss. Okay, what next? Good afternoon, ma'am. Good afternoon, everyone. I am very happy to see you all here together. I welcome Jisha Miss and my friends who have come to take today's class. Thank you. Have a nice day. Okay, thank you. Thought for the day. My name is Aina Varghese. Today's thought: if you can dream it, you can do it. Walt Disney. I repeat, if you can dream it, you can do it. Walt Disney. Thank you. Okay, fine. Okay, നമ്മൾ എവിടെ വരെയായി ക്ലാസ്? വെൽനെസ് മാം, എന്തോ വെൽനെസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ ഓക്കെ ഫൈൻ. വെൽനെസിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തില്ലല്ലേ? ഇല്ല. പിന്നെ വേറെ എന്തൊക്കെ പറഞ്ഞു നമ്മള്? അതർ ദാൻ നമ്മളുടെ ലെസൺസ് അല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അസൈൻമെന്റോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? മിസ്സേ, ഇല്ല മാം. മിസ്സിന്റെ കൈക്ക് എന്ത് പറ്റി? കൈയുടെ റിസ്റ്റിന്റെ അവിടെ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൈ അനക്കാൻ പറ്റാത്ത രീതിയിൽ വല്ലാതെ പെയിൻ വന്നു. 3-4 മാസമായി ശരിക്കും തുടങ്ങിയിട്ട്. പക്ഷെ സിവിയർ ആയപ്പോഴാണ് ഞാൻ ഡോക്ടറെ കണ്ടത്. അപ്പം ഡോക്ടർ ആദ്യം 1 വീക്ക് മെഡിസിൻ തന്നു, വൈറ്റമിൻ സി ഒക്കെ ഉൾപ്പെടെ മെഡിസിൻ തന്നു. പക്ഷേ ചില ജോലികളൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു, തുണി പിഴിയുക അങ്ങനെയൊക്കെ ഉള്ളതേ. അപ്പോ എന്നിട്ട് മാറുന്നില്ല. അപ്പൊ ഡോക്ടർ എനിക്ക് ബാൻഡേജ് കെട്ടി വെച്ച് തന്നു വിട്ടു. മാക്സിമം സമയങ്ങളിൽ അത് കെട്ടിവെക്കുക, കുളിക്കുമ്പോ മാത്രം മാറ്റാനാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ, റൈറ്റ് ഹാൻഡും കൂടിയല്ലേ. അങ്ങനെ ഇപ്പൊ ഇത് കെട്ടിയിട്ടാണെന്ന് തോന്നുന്നു, ഒരു സുഖമുണ്ട്. മീൻസ് പെയിൻ മാറി, കൈ മൂവ് ചെയ്യിക്കുന്നതിനൊന്നും വലിയ പ്രശ്നമില്ല. ഞാൻ ആ ലിങ്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് കാണാനും പറ്റും. ഫുൾ പറഞ്ഞിരുന്നോ വെൽനെസിനെ കുറിച്ച്? മുഴുവൻ കഴിഞ്ഞോ? Yes, ma'am. Climate wellness. അത് ലാസ്റ്റ് വൺ ആണ് നമ്മളുടെ. ക്ലൈമറ്റ് വെൽനെസ് ആണ് ഏറ്റവും ലാസ്റ്റ് ഡയമെൻഷൻ വെൽനെസിന്റെ. ഓക്കെ, ഞാൻ അത് ഓക്കെ. കുറച്ച് കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. പിന്നെ വേറെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? അതർ ദാൻ ക്ലാസ് ആക്ടിവിറ്റീസ് അസൈൻമെന്റ് റിലേറ്റഡ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു?
ഞാൻ മാം 2 റെക്കോർഡും പറഞ്ഞു തന്നു. പിന്നെ വെൽനസിനെ പറ്റിയുള്ളത് 10 പറഞ്ഞ് നിർത്തുമായിരുന്നു. ഓക്കെ, റെക്കോർഡ് നിങ്ങൾ എഴുതാൻ തുടങ്ങിയോ? റെക്കോർഡൊക്കെ വാങ്ങിച്ചോ? കിട്ടിയോ? ബുദ്ധിമുട്ടുണ്ടായോ വാങ്ങാൻ? ഇല്ല മാം, കിട്ടി. റെക്കോർഡ് തുടങ്ങിയിട്ടുണ്ട് റൈറ്റിംഗ്. ഓ, വർക്കുകളൊന്നും പെൻഡിങ് ആവാതെ നോക്കുക കേട്ടോ. പിന്നെ ക്ലാസിന്റെ സ്പ്ലിറ്റ് അപ്പ് ഡീറ്റെയിൽസ് കിട്ടിയോ? ഒരു PDF നിങ്ങളുടെ സബ്ജക്ട് ഏതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് കിട്ടിയോ? സോ നമ്മൾ ഏത് പോർഷൻ എടുത്തുകൊണ്ടിരിക്കുന്നേ? വെൽനസ്. വെൽനസിന്റെ അപ്പൊ യൂണിറ്റ് 1 തന്നെ നിൽക്കുവാണല്ലേ? യെസ് മാം. ഞാൻ ഷെയർ ചെയ്യട്ടെ. ഇതിന്റെ നോട്ട്സ് തരാന്ന് പറഞ്ഞിരുന്നു മാം, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ വെൽനെസിന്റെ അതിന്റെ ഒരു ലിങ്ക് ആണ് അത്. ഞാനിപ്പോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്നിക്കൽ ടീമിലെ ഒരു കുട്ടിക്കാണ് അത് കണ്ടിട്ടില്ല. മെസ്സേജ് അപ്പൊ തന്നെ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് അത് തന്നെ അയച്ചു തരും. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സ് ആണ്. അപ്പൊ വെൽനസ് ഇത് എടുത്തപ്പോഴല്ലേ വെൽനസിന്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എക്സ്ട്രാ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമുക്കറിയാം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണം? നമ്മളുടെ ആരോഗ്യം, നമ്മുടെ ഹെൽത്ത്, ഏജ് അനുസരിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ തിരഞ്ഞെടുക്കും അല്ലെ? നടക്കുന്നു, ഓടുന്നു, സ്വിമ്മിങ്ങിന് പോകുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യും. ഇനി ഈ നടത്തം ഡോക്ടേഴ്സ് പറയും നമ്മളുടെ ഏജ്, നമ്മൾക്ക് എന്തെങ്കിലും ഹാർട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ട്, പക്ഷെ അങ്ങനെയാണെങ്കിലും ഹാർട്ടിനൊക്കെ സർജറി കഴിഞ്ഞവരോടൊക്കെ നടക്കാൻ പറയാറുണ്ടല്ലേ? അപ്പൊ അതിന് നമ്മൾ എടുക്കുന്ന സ്പീഡ് അതെങ്ങനെയായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പോ ഈ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ് ഒരാൾക്ക് അയാൾ നല്ല സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അയാൾക്ക് നല്ല സ്പീഡ് ഉണ്ട്, അയാളുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ അയാൾ ഒട്ടും ടയേർഡ് ആകാതെ ഭയങ്കര സ്റ്റാമിന ഉണ്ട്. നമ്മൾ പറയും ആ പണി ചെയ്തിട്ട് അയാൾ ഒട്ടും ടയേർഡ് ആയില്ല, ഭയങ്കര സ്റ്റാമിന എന്ന് പറയും അല്ലെ? അങ്ങനെയൊക്കെ ഓരോ കണ്ടന്റ്സ് ഉണ്ട് ഫിസിക്കൽ ഫിറ്റ്നസിന്, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കമ്പണൻസ് പോലെ. അതാണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത്. അതിലെ ഓരോരോ പോയിന്റ്സ് ആയിട്ട്, അപ്പൊ സ്ട്രെങ്ത് എന്ന് കാണുന്നുണ്ട്, എൻഡ്രൻസ് എന്ന് കാണുന്നുണ്ട്, അങ്ങനെ ഓരോ പോയിന്റ്സ് ആയിട്ട് ഓരോരുത്തരായിട്ടൊന്ന് റീഡ് ചെയ്യാമോ? യെസ്, ആരുമില്ലേ? 50 പേരൊക്കെ ജോയിൻ ആയിട്ടുണ്ടല്ലോ. 3 പേര് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ വായിക്കാം മാം. യെസ് പ്ലീസ്. Content of physical fitness. Strength, a health related component of physical fitness that relates to the capability of the muscles of exert force. ഓക്കെ. സോ സ്ട്രെങ്ത് ഇതൊരു ഹെൽത്ത് റിലേറ്റഡ് കമ്പണന്റ് ആണ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ. നമ്മളുടെ ഒരു കപ്പാസിറ്റി, നമ്മളുടെ മസിൽസിനെ എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഫോഴ്സ് എടുക്കാനായിട്ട് പറ്റും, അതാണ് സ്ട്രെങ്ത്. നമ്മൾ പറയില്ലേ ചിലരെ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയും അല്ലെ? ഇപ്പൊ ഒരു വലിയ ഒരു തടി ഉരുട്ടി ഒരു
ലോറിയിലേക്ക് കയറ്റണം. അപ്പൊ അത് കയറ്റാനായിട്ട് ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഇത് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ എന്താ പറയാ ബുദ്ധിമുട്ടില്ലാതെ ചിലര് നല്ല രീതിയിൽ അത് ആ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള ഒരു സാധനം രണ്ട് കയ്യിലും എടുത്തുകൊണ്ട് അത്ര ദൂരം പോവാം. അയാൾ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് മൂവീസിലൊക്കെ കാണല്ലേ, ഇടിച്ചൊരാളെ ഇടുക, ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ളത്. അപ്പൊ നമ്മളുടെ മസിൽസിന് ഫോഴ്സ്, എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു കപ്പാസിറ്റിയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരു 10 കിലോന്റെ റൈസ് ബാഗ് ഷോപ്പിൽ നിന്ന് നമ്മളുടെ വീട് വരെ ഒരു 10 മിനിറ്റ്സ് നടക്കണം എന്ന് വിചാരിക്കുക. അത് നമ്മൾക്ക് ക്യാരി ചെയ്ത് വീട് വരെ എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്, ബുദ്ധിമുട്ടില്ല എന്ന് തോന്നി നമ്മൾക്ക് അത്രയും ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയും. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് പോയിന്റ്, എൻഡുറൻസ്. മാം ഞാൻ റെഡിയാണ്. A health-related component of physical fitness that relates to the muscle's ability to continue to perform without weakness. Yes. Health related component of physical fitness same തന്നെ, that is നമ്മുടെ മസിൽസിന് ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വിത്തൗട്ട് വീക്ക്നെസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മണിക്കൂറുകളോളം ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്നവരെ കാണാം. ചില ജോലിക്കാര് ലേബേഴ്സ് ഒരു മണിക്കൂറുകളോളം ചിലപ്പോൾ റോഡില് ഒരു വെയിലത്ത് നിന്നായിരിക്കും ചെയ്യാം. പക്ഷെ അവരൊട്ടും വലിയ ക്ഷീണിക്കുന്നൊന്നുമില്ല, അവരത് നിഷ്പ്രയാസം ചെയ്യുന്നു. അപ്പൊ അത് ഓരോരുത്തരുടെ എൻഡുറൻസ് അല്ലെങ്കിൽ സ്റ്റാമിനയാന്ന് നമ്മൾ പറയും അല്ലെ. ഈ നമുക്ക് ചില ജോബുകൾക്കൊക്കെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. പോലീസ്, ആർമി, അങ്ങനെ എയർഫോഴ്സ്, അങ്ങനെയുള്ള ചില ജോലികൾക്ക് കായികക്ഷമതാ പരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിക്കൽ ടെസ്റ്റുകൾ നടത്താറുണ്ട് അല്ലെ. അതിൽ അവരെ കൊണ്ട് ഇത്ര മീറ്റർ അല്ലെങ്കിൽ ഇത്ര റൗണ്ട് ഓടിപ്പിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പോലീസിന്റെ ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ഇതിന്റെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുന്നത് കാണാം. അങ്ങനെ കുറെ കാര്യങ്ങൾ പട്ടാളത്തിന്റെ കുറച്ചുകൂടെ ഉണ്ടാവുമായിരിക്കും അങ്ങനെ രീതിയിൽ. അപ്പൊ ഇവര് ക്ഷീണിക്കാതെ ഇത്ര റൗണ്ട് ഓടുന്നു, അങ്ങനെ നോക്കിയിട്ട് ഇവരുടെ സ്റ്റാമിന മെഷർ ചെയ്യും. അപ്പൊ ദാറ്റ് ഇസ് ആ ഒരു എബിലിറ്റിയാണ് പെർഫോം ചെയ്യാൻ പറ്റണം വിത്തൗട്ട് വീക്ക്നെസ്. ഈ ലിംക വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇത്ര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് ചെയ്തെന്ന് പറഞ്ഞങ്ങനെ റെക്കോർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ. അത് അവരുടെ സ്റ്റാമിനയാണ്. അവർക്ക് അത് വിത്തൗട്ട് വീക്ക്നെസ് അത് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഫ്ലെക്സിബിലിറ്റി. A health related content of physical strength that relates to the range of motion available at a job. പേരെന്തായിരുന്നു? അഞ്ജു. പെറ്റ് ഷോപ്പ് ഉണ്ടോ? പെറ്റ് ഷോപ്പ് ഇല്ല, അത് അതിന് ബ്രദർ തുടങ്ങിയതാ. ആണോ? ഫ്ലെക്സിബിലിറ്റി. നമുക്ക് ചില ഡാൻസേഴ്സിനെ കാണുമ്പോൾ നിങ്ങൾ പറയും ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ബോഡി അല്ലെ. ചിലര് ഡാൻസ് സ്റ്റെപ്പ് ഒന്നും തെറ്റിക്കൊന്നുമില്ല, പക്ഷെ ആ ഒരു മെയ്വഴക്കം നമുക്ക് ഫീൽ ചെയ്യില്ല, ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഫീൽ ചെയ്യില്ല, ഒരു ഭംഗി തോന്നില്ല അല്ലെ. അപ്പൊ ഫ്ലെക്സിബിൾ. അത് മാത്രമല്ല ഈ അത്ലറ്റിക്സ് അതിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരുടെ അവരും ഇതുപോലെ നമ്മൾ റബ്ബറാണോ എന്ന് വിചാരിക്കും, അതുപോലെ കിടന്ന് ചാടി മറിഞ്ഞ് ഒരു അത്ലറ്റിക്സ് പ്രോഗ്രാം ഒക്കെ കാണാനും നല്ല രസമാണ്. അപ്പോൾ അത് ഫ്ലെക്സിബിലിറ്റിയാണ്, നമ്മളുടെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് തന്നെയാണ്. നമ്മളുടെ ഒരു ആക്ടിവിറ്റി നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിന് നമുക്ക് വേണ്ടുന്ന ഒരു മെയ്വഴക്കം, കൈവഴക്കം ഒക്കെ പറയുന്ന പോലെ അതിന് വേണ്ടുന്ന ഒരു മോഷൻ, ആ ഒരു മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ നല്ലൊരു ഫ്ലോയിൽ പോകും. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആണെന്ന് നമ്മൾ പറയുമല്ലോ, അതാണ്. നെക്സ്റ്റ് വൺ, സ്പീഡ്. ഞാൻ പറയാം മിസ്. അഞ്ജു എന്റെ പേര്. A skill related component of physical strength that relates to the capacity of perform a movement within a short period of time. നമ്മള് പറയുന്നു അവന് ഭയങ്കര സ്പീഡാ. ദാറ്റ് മീൻസ് എന്താ? ഇപ്പം എ ബി രണ്ട് കുട്ടികൾ, ബിയിനേക്കാളും ഭയങ്കര സ്പീഡാണ് എ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ബി എടുത്ത ടൈമിനേക്കാളും കുറവ് ടൈം എ എടുത്തു, അതുകൊണ്ടാണല്ലോ അങ്ങനെ സ്പീഡ് പറയുന്നത്. നമ്മള് റണ്ണിങ് റേസ് ഒക്കെ വയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് എത്തുന്ന ആള്, ഓട്ട മത്സരം ഫസ്റ്റ് എത്തിയ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് ടൈം കൊണ്ട് അവൻ ആ റണ്ണിങ് കംപ്ലീറ്റ് ആക്കി, ആ റൗണ്ട് അവൻ കംപ്ലീറ്റ് ആക്കി. പി ടി ഉഷ
നമുക്കറിയാം വളരെ സ്പീഡിൽ ഓടുന്നു, ഒത്തിരി അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് പി ടി ഉഷയ്ക്ക്. പി ടി ഉഷയുടെ ഒപ്പം നമ്മൾ നിന്ന് ഓടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിലെത്തില്ല. അത് അവരുടെ ഒരു പവറാണ്, ആ ഒരു സ്പീഡ്. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി, ദാറ്റ് ഇസ് സ്പീഡ്, ആ ഒരു സ്കില്ലുണ്ട്. നെക്സ്റ്റ് വൺ, എജിലിറ്റി. A skill-related component of physical fitness that relates to the rapidly changing the position of the entire body in space with speed and efficiency. എജിലിറ്റി ഫിസിക്കൽ ഫിറ്റ്നസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആ ഒരു പൊസിഷനിൽ നിന്നും അടുത്ത പൊസിഷനിലേക്ക് റാപ്പിഡായിട്ട് മൂവ് ചെയ്യാനായിട്ട്, എൻറ്റയർ ബോഡി മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു വിത്ത് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. അതാണ് എജിലിറ്റി എന്ന് പറയുന്നത്. ഡാൻസേഴ്സിനെ നോക്കൂ, അവര് പെട്ടെന്നായിരിക്കും അവരുടെ കൈയുടെയും കാലിന്റെയും ബോഡിയുടെ ആകെ മൊത്തം അവരുടെ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. സ്ലോയില് വന്നിട്ട് ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ അവർക്ക് ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. എൻറ്റയർ ബോഡിയുടെ കോർഡിനേഷൻ ഒക്കെ ശരിയാകും. അപ്പൊ ഒരു നമ്മൾ പറയില്ലേ, ശോഭനയുടെ ഒക്കെ ഡാൻസ് കാണുമ്പോൾ എന്തൊരു ഗ്രേസ് ആണ്, ഒരു ഭംഗി അല്ലെ, ഗ്രേസ്ഫുൾനെസ്. അത് തന്നെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഗ്രേസ്ഫുൾനെസ്, പൊസിഷനെ പെട്ടെന്ന് നമ്മുടെ ബോഡിയുടെ ആ ഒരു എൻറ്റയർ ബോഡീനെ ആ സ്പേസിൽ പെട്ടെന്ന് സ്പീഡും എഫിഷ്യൻസിയുമായിട്ട് പെട്ടെന്ന് പൊസിഷൻ മാറാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേഷൻ. A skill-related component of physical fitness that relates to the capacity to use the sense, such as sight and hearing, together with body parts in performing motor tasks evenly and accurately. നമ്മള് കണ്ണെത്തുന്നിടത്ത് കൈ എത്തണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയില്ലേ, അതായത് നമ്മളുടെ കണ്ണും ബ്രെയിനും കൈയും നമ്മുടെ ബോഡിയുടെ ഫുൾ മൂവ്മെന്റും എല്ലാം നമുക്ക് ഒരുമിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട്, ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ദാറ്റ് ഈസ് ദാറ്റ് കോർഡിനേഷൻ. ഈ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഡാൻസ് ഫോംസ് ചെയ്ത് തന്നെയാണെങ്കിലും കേട്ടോ, ചെയ്യുമ്പോഴും അത് തന്നെയല്ലേ, അതാണല്ലോ അതിന്റെ ഒരു ഭംഗി വരുന്നത്. കണ്ണും കൈയും ആൻഡ് അത് പഠിക്കുന്ന കുട്ടികള് അക്കാദമിക്സിൽ നല്ല പെർഫോമൻസ് ആണെന്നാ പറയുന്നത്. കാരണം അവരുടെ ബ്രെയിൻ ഹാൻഡ് ഐ കോർഡിനേഷൻ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, ഷാർപ്പായിരിക്കും. അപ്പൊ അവർക്ക് എന്തും ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ അവർക്ക് കിട്ടും. സോ ആ ഒരു ബോഡിയുടെ കോർഡിനേഷൻ അവർക്ക് പെട്ടെന്ന് സാധ്യമാകും. അങ്ങനത്തെ ഒരു പെർഫോമൻസ്. അത് ഡാൻസ് ഫോം തന്നെയല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അമ്മമാര് ഭയങ്കര സ്പീഡിൽ വളരെ ഭംഗിയായിട്ട് ചിലപ്പോൾ മിറ്റടിക്കുന്നതോ വീട് ക്ലീൻ ചെയ്യുന്നതോ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതോ കാണാം. അതെല്ലാം ആ ഒരു കോർഡിനേഷനാണ്. അവർക്ക് ആ ഒരു പെട്ടെന്ന് അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതും ആക്യുറേറ്റ് ആയിട്ടും, ഉഴപ്പി ചെയ്യാന്നുള്ളതല്ല, ആക്യുറേറ്റ് ആയിട്ടും നല്ല രീതിയിലും ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കമ്പണൻസ് അല്ലെങ്കിൽ കണ്ടന്റ്സ് ആയിരുന്നു പറഞ്ഞത് അല്ലെ. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് ടൈപ്സ് എങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു? ഫിസിക്കൽ ഫിറ്റ്നസിനെ 3ആയിട്ടാണ് മെയിൻലി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫിസിക്കലി ഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് തിരഞ്ഞെടുത്ത് നമ്മളത് അതിനുവേണ്ടി കുറച്ച് ടൈം കണ്ടെത്തുമ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകുന്നു. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം എല്ലാം അതുമായി റിലേറ്റഡ് ആണല്ലേ. അപ്പൊ അതില് ഫസ്റ്റ് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് വരും. സെക്കൻഡ് വൺ നമ്മുടെ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇപ്പൊ സ്കില്ല് ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കും. ഡാൻസേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മെക്കാനിക്കൽ രീതിയിലുള്ള എന്തെങ്കിലും ടെക്നിക്കൽ പണികളൊക്കെ ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്താണോ സ്കില്ല് അത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഡാൻസേഴ്സ് എന്താ ചെയ്യുന്നത്? അവര് ത്രൂ ഔട്ട് പ്രാക്ടീസ് ചെയ്യും, കൂടുതൽ ബെറ്റർ ആക്കി നോക്കും, അവരുടെ സ്കില്ല് നന്നാക്കാനായിട്ട് നോക്കും അല്ലെ. ഇനി അതല്ല, വേറൊരു എന്താ പറയുക, ബോഡി മൂവ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഇപ്പോ കരാട്ടെ ചെയ്യുന്നവര്, യോഗ ചെയ്യുന്നവര്, പിന്നെ മാർഷൽ ആർട്സ് വേറെ എന്തെങ്കിലും കളരിപ്പയറ്റ് പോലെയുള്ളതും അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അവരുടെ സ്കിൽ എന്താണോ സ്കില്ലിന്റെ അവർ നല്ല പോലെ ഷാർപ്പൻ ചെയ്യാനായിട്ട് എപ്പോഴും നോക്കും. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. പിന്നെ എന്ത് തന്നെയായാലും കോസ്മെറ്റിക് ഫിറ്റ്നസ്, നമ്മുടെ അപ്പിയറൻസ്, അതും ഒരു മാറ്റർ തന്നെയാണ്. ഓക്കെ, അതിനെപ്പറ്റി താഴെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങള് ഫസ്റ്റ് വൺ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് HRPF അത് ഒരാൾ റീഡ് ചെയ്യുക. അടുത്തത് SRPF ഒരാള്, CF ഒരാള്, ആ രീതിയിൽ വായിച്ചു പോവുക. യെസ് പ്ലീസ്.
Health-related physical fitness. It is the power or capacity to live a full and efficient life that one is capable of being. ഓക്കെ. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറേ നാളിങ്ങനെ അസുഖം പിടിച്ച് ബെഡിൽ കിടന്ന് അങ്ങനെ കുറേ വർഷങ്ങൾ ജീവിക്കുന്നതാണോ നല്ലത്? അതല്ല, അസുഖങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് ക്വാളിറ്റിയുള്ള ലൈഫ് ഏതാണോ നല്ലത്? ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, കാർത്തിക. PR-യുടെ പേരെന്താ നിങ്ങളുടെ ബാച്ചിന്റെ? പേരറിയില്ല, ഞാൻ അന്വേഷിച്ചോളാം, കുഴപ്പമില്ല. ഓക്കെ. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മൾ അങ്ങനെ ഒരു ലൈഫാണോ വേണ്ടത്? കുറേ കാലം ജീവിക്കുവാണോ, അതോ നല്ല ക്വാളിറ്റിയുള്ള ജീവിതം, അസുഖങ്ങളൊന്നും ഇല്ലാതെ സന്തോഷം സമാധാനത്തോടെ ജീവിക്കുകയാണോ? ഏതാ വേണ്ടത്? Quality. അതെ, നമുക്ക് ക്വാണ്ടിറ്റി അല്ല പ്രധാനം, ക്വാളിറ്റി ആണ് പ്രധാനം, അല്ലെ? കുറെ വർഷങ്ങൾ ജീവിച്ചിരുന്നോണ്ട് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കുറെ വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നതിനേക്കാളും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ക്വാളിറ്റിയോടുകൂടി ഒരു എഫിഷ്യന്റ് ലൈഫ്, അതാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മുടെ ഹെൽത്ത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദാറ്റ് ഇസ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നെക്സ്റ്റ് വൺ SRPF, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അതോ Skill-related physical fitness. This consists of those contents of physical fitness that have a relationship with enhanced performance in sports and motor skills. The elements are commonly defined as speed, agility, and coordination. നമ്മുടെ സ്കില്ല് എന്താണോ അതിന് നമ്മൾ എപ്പോഴും നല്ലപോലെ ഷാർപ്പൻ ചെയ്ത് ഷേപ്പ് ചെയ്ത് ഭംഗിയാക്കി വെക്കും. പാടാനായിരിക്കും, ആടാനായിരിക്കും, മീൻസ് ഡാൻസ് കളിക്കാനായിരിക്കും, ഏതെങ്കിലും ലൈക്ക് കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന ഒരാളായിരിക്കാം, യോഗ പഠിപ്പിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മളുടെ എന്താണോ സ്കില്ല്, ആ സ്കില്ലിനെ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്ത് വെക്കാനായിട്ട്, ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഡ്രോയിങ് അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ എന്താണോ സ്കിൽ, ആ സ്കില്ലിനെ നമ്മൾ എപ്പോഴും നന്നാക്കി വെക്കുക. അതാണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. പ്ലെയേഴ്സ് എല്ലാം അങ്ങനെയാണല്ലോ, അല്ലെ? അവർക്ക് എന്താണോ അവരുടെ സ്കില്ല് അതിനെ അവരെ കൂടുതൽ നന്നാക്കാനായിട്ട് നോക്കും. ഇപ്പൊ പാട്ട് പാടുന്ന ഒരാളാണെങ്കിലും യേശുദാസൊക്കെ അവരൊക്കെ തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഫുഡ് ഹാബിറ്റ്സ് ഒന്നും ഫോളോ ചെയ്യില്ലായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ സ്കില്ലിന്റെ ആരോഗ്യം, ആ സ്കില്ല് നല്ല രീതിയിൽ വേണമെങ്കിൽ നമ്മൾ എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കണം അതൊക്കെ നോക്കി ആ സ്കില്ലിനെ ഷേപ്പൻ ചെയ്യുന്ന രീതിയിൽ, അത് സ്പോർട്സിലാകാം, മോട്ടോർ സ്കിൽസിലാകാം, മൂവ്മെന്റ് റിലേറ്റഡ് ഏത് സ്കില്ലാണെങ്കിലും അതിനെ എൻഹാൻസ് ചെയ്യാൻ, അതിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഫിസിക്കലി ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുക. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസ് എന്ന് പറയുന്നത് സ്പീഡ്, എജിലിറ്റി ആൻഡ് കോർഡിനേഷൻ. ഈവൻ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണെങ്കിലും ഫുട്ബോൾ കളിക്കുന്ന ആളാണെങ്കിലും ഈ പറയുന്ന സ്പീഡ് വേണം. പിന്നെ ബോഡി മൂവ്മെന്റ്, കറക്റ്റ് പൊസിഷനിലേക്ക് ബോഡിയെ ചേഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് പെട്ടെന്ന് പറ്റണം. അല്ലെങ്കിൽ കാരണം ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കും വേണം കറക്റ്റ് പൊസിഷനിൽ എത്തണം, ഫുട്ബോൾ കളിക്കുന്ന ഒരാൾക്കും വേണം കറക്റ്റ് പൊസിഷനിൽ എത്തിയില്ലെങ്കിൽ അത് മാച്ചിനെ ബാധിക്കും. അപ്പൊ അങ്ങനെ ഈ കമ്പോണൻസ് എല്ലാമാണ് ഈ SRPF, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിലേക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ കോസ്മെറ്റിക് ഫിറ്റ്നസ്, CF. ആരറിയില്ല? Cosmetic fitness, CF. The term refers to the capacity to create beautiful physical fitness parameters. Okay. Skill related physical fitness. അത് കഴിഞ്ഞു. കോസ്മെറ്റിക് ഫിറ്റ്നസ്, CF. The term refers to the capacity to create beautiful physical fitness parameters. Okay. ഇതില് കോസ്മെറ്റിക് ഫിറ്റ്നസ്സിൽ CF ബ്യൂട്ടിഫുൾ ഫിസിക്കൽ ഫിറ്റ്നസ് പാരാമീറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. നമ്മൾ എല്ലാവരും എന്തായാലും കണ്ണാടി നോക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? No, ma'am. നമ്മൾ ദിവസം ഒരു നേരമെങ്കിലും മിനിമം നോക്കും, അല്ലെ? അതുപോലെ സെൽഫി എടുക്കാത്തവരും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു ഔട്ടർ അപ്പിയറൻസിനെ കുറിച്ച് എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആണ്.
നമ്മള് ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു ഔട്ടർ അപ്പിയറൻസ്, നമ്മൾ എടുക്കുന്ന ഡ്രസ്സ്, നമ്മൾക്ക് ചേരുന്ന വേഷം, നമ്മൾക്ക് ചേരുന്ന ആക്സസറീസ്, ഇതെല്ലാം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. നമ്മളെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചേരുന്ന രീതിയിലുള്ള മേക്കപ്സും ഉപയോഗിക്കുന്നവർ ഉണ്ടായിരിക്കും കോസ്മെറ്റിക് ഫിറ്റ്നസ്, അല്ലെ? അപ്പൊ അതാണ് ആ ഒരു കപ്പാസിറ്റി. നമ്മളെ ഭംഗിയാക്കുന്ന ബ്യൂട്ടിഫുൾ പാരാമീറ്റേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ ഒരു ഔട്ടർ അപ്പിയറൻസിനെ ഭംഗിയാക്കുന്നു. അതാണ് CF എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ഹെൽപ്ഫുൾ ഫോർ ഡെവലപ്പിംഗ് ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസ്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസ് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഏതെല്ലാം? നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകാൻ കുറെ കോമ്പണൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാവുന്ന ആക്ടിവിറ്റീസ്, നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റും ഹെൽത്തും റിലേറ്റഡ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ്. പക്ഷെ എല്ലാ ഏജിനും ചിലപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചില എക്സസൈസുകൾ ഡോക്ടേഴ്സ് പാടില്ല എന്ന് പറയും, അല്ലെങ്കിൽ ചിലത് ചെയ്യാമെന്ന് പറയും. ഇപ്പൊ ലങ്സിനൊക്കെ പ്രശ്നമുള്ളവര് ഈ ജിമ്മിലൊക്കെ പോയി ജോയിൻ ചെയ്യുമ്പോൾ അവർ ചോദിക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും കാർഡിയാക് ഇഷ്യൂവോ ലങ്സിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. കാരണം അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ ഇതിലെ രണ്ട് പോയിന്റ്സ് വെച്ചിട്ട് വായിച്ചോളൂ. വാക്കിംഗ് ആൻഡ് റണ്ണിങ് ഒരാൾ വയ്ക്കുക, ബാക്കി രണ്ടെണ്ണം ഒരാൾ വയ്ക്കുക. യെസ് മാം, ഞാൻ പറയാം. Walking can develop the physical fitness contents like body composition, cardiovascular fitness, etc. റണ്ണിങ്ങും കൂടെ വായിച്ചോളൂ. സുഹൃത്തല്ലേ വായിച്ചത്, റീഡ് ചെയ്ത്. Running can develop the physical fitness contents like muscular continuity, agility, speed, etc. നമുക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏതെല്ലാം കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് വാക്കിംഗ്, റണ്ണിങ്. ഇപ്പൊ നമ്മൾ വായിച്ചത് ആർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ് വാക്കിംഗ്, അല്ലെ? ഇപ്പൊ ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞവരോടാണെങ്കിലും പറയും ഇത്ര ദൂരം നടക്കണം, ഇത്ര സമയം നടക്കണം. അത് വീട്ടിൽ മുറ്റമുണ്ടെങ്കിൽ മുറ്റത്തായാലും മതി, അല്ലെങ്കിൽ ടെറസിലായാലും മതി, അങ്ങനെ പറയും. പിന്നെ ഹോസ്പിറ്റലിൽ സർജറി കഴിയുമ്പോൾ തന്നെ അവരെ ഒന്ന് നടത്തിയൊക്കെ നോക്കും, അല്ലെ? അപ്പൊ വാക്കിംഗ് ഏത് ഏജിലുള്ളതും, ഡയബറ്റിക് ആയി കഴിയുമ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് വാക്കിങ്ങിന് പോകുന്നത്. ഈവനിങ് ടൈമിൽ വാക്കിങ്ങിന് പോകും. ഒരു ഗ്രൂപ്പ് തന്നെ ആൾക്കാരുണ്ടായിരിക്കും. ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കണ്ടന്റ്സ് ലൈക്ക് ബോഡിയുടെ കമ്പോസിഷൻ, കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ്, നമ്മുടെ ഹാർട്ടിനെ കുറച്ചുകൂടെ ഹെൽത്തി ആക്കും എന്നാണ് പറയുന്നത് വാക്കിംഗ് ചെയ്യുമ്പോൾ. പിന്നെ ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ളവരുടെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനും ഈ ഒരു ആക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യും. റണ്ണിങ് ആ ഒരു മസിൽസിന്റെ ഡെവലപ്മെന്റ്, മസിൽസ് എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഓടുമ്പോൾ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, കൈയും കാലും ഒരുപോലെ. ഇങ്ങനെ വാക്കിങ്ങിനേക്കാളും കുറച്ചുകൂടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ റൺ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ മസിൽസിന്റെ കണ്ടിന്യൂറ്റി, പിന്നെ ആ ഒരു അവരുടെ ഒരു സ്പീഡ്. ഇപ്പം റേസിനൊക്കെ പങ്കെടുക്കും, മാരത്തോൺ റേസ് അങ്ങനെയൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ സ്പീഡ് ഒരു ഫാക്ടർ. അവർ ടൈമർ വെച്ചിട്ട് നോക്കും, ഇത്ര ടൈം കൊണ്ട് ഞാൻ എത്ര ദൂരം ഓടി, അങ്ങനെ ആവട്ടെ. പിന്നെ സ്പീഡ് കൂട്ടി നോക്കും. അങ്ങനെ ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ് റണ്ണിങ്ങിൽ. നെക്സ്റ്റ് വെയിറ്റ് ട്രെയിനിങ്, സ്ട്രെച്ചിങ്. Weight training can develop the physical fitness contents like muscular continuity, strength, etc. Stretching can grow the physical fitness components like body composition, flexibility, etc. Okay, weight training. നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ കാണാം, അല്ലെ? അവര് ആദ്യം ചെറിയ വെയിറ്റിംഗ് തുടങ്ങി പിന്നെ വെയിറ്റ് കൂട്ടി അങ്ങനെ നോക്കും. അപ്പൊ അത് അവരുടെ മസിൽസിന്റെ ആ ഒരു പവർ, പിന്നെ അവരുടെ സ്ട്രെങ്ത്, ഇതെല്ലാം നല്ല സ്ട്രെങ്ത് കൂടി വരുമ്പോൾ ഈ വെയിറ്റ് എടുക്കുന്നത്, ഇപ്പൊ ആദ്യം ഒരു ഇത്ര kg വെച്ചു, പിന്നെ കൂട്ടി ആ വെയിറ്റ് ലിഫ്റ്റ് എടുക്കുന്നത് അവർ കൂട്ടിക്കൊണ്ടേയിരിക്കും. അവരുടെ മസ്കുലർ കണ്ടിന്യൂറ്റി, മസിൽസ് കൂടുതൽ സ്ട്രെങ്ത് ആകും, ഹോൾ ബോഡിയുടെ സ്ട്രെങ്ത്
അപ്പൊ മസിൽ കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനായിട്ട് മസിൽസിന് പറ്റും. ഹോൾ ബോഡിയുടെ സ്ട്രെങ്ത് എല്ലാം കൂടുന്നു. ഇതുമായിട്ട് കണക്റ്റഡ് ആണ് റീട്രെയിനിങ്. സ്ട്രെച്ചിങ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ തോന്നുന്നു. കാരണം ഒരു മാച്ചിന് പോകുമ്പോൾ, അതുപോലെ തന്നെ ഡാൻസ് പ്രോഗ്രാം, ഒരു പെർഫോമൻസിന് പോകുന്നതിന് മുമ്പ് നമ്മളൊരു വാമപ്പ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യൂലേ? കണ്ടിട്ടില്ലേ പ്ലെയേഴ്സ് ഒക്കെ ഗ്രൗണ്ടിൽ വന്നിട്ട് കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാമപ്പ് എക്സസൈസും ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാം. കൈയും കാലും ഒക്കെ സ്ട്രെച്ച് ചെയ്യുന്നത് കാണാം. ബോഡി കോമ്പോസിഷൻ, അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഓടുമ്പോഴേക്കും ചിലപ്പോൾ മസിൽസ് ഒക്കെ പൂച്ചി പിടിക്കാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആകാനും എല്ലാം വേണ്ടിയിട്ട് നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് സ്ട്രെച്ചിങ്. ഇതായിരുന്നു മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ആ ഒരു ചാപ്റ്റർ അത് കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റ് ഏതെങ്കിലും യൂണിറ്റിന്റെ കിട്ടിയോ മോക്ക് ടെസ്റ്റ്? ഇംഗ്ലീഷിന്റെ കഴിഞ്ഞു. എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ഓപ്പൺ ചെയ്തത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇനി ഇതില് ഞാനൊരു അസൈൻമെന്റ് പറയാം. ക്ലാസ് റൂമിൽ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ടോപ്പിക് ടൈറ്റിൽ എന്തായിരുന്നു? മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. കളക്ട് പിക്ചർ റിലേറ്റഡ് വിത്ത് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഒരു പിക്ചർ ആയാലും മതി. കുറെ പിക്ചർ കളക്ട് ചെയ്യണോ? കുറെ പിക്ചർ കളക്ട് ചെയ്യും. നിങ്ങളുടെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ അത് വരയ്ക്കാം, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ആ പിക്ചർ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാലും മതി. ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പിക്ചർ ഒട്ടിക്കാം? ഹെൽത്തിനെ കുറിച്ചാവുമ്പോൾ ഏതെങ്കിലും ഹെൽത്തി ഹാബിറ്റ്സ് ആയാലും മതി അല്ലേ? ക്വസ്റ്റ്യൻ: കളക്ട് പിക്ചേഴ്സ് റിലേറ്റഡ് വിത്ത് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിലിടും, നിങ്ങളുടെ ആ ഒരു ഇതിലിടും. എന്നിട്ട് ക്ലാസ് റൂമിൽ അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കിട്ടും. കളക്ട് ഹെൽത്ത് റിലേറ്റഡ് ഇത് അസൈൻമെന്റ് ആണ്. അസൈൻമെന്റ് എന്ന് പറയുന്നതെല്ലാം സബ്മിറ്റ് ചെയ്യണം. ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതെല്ലാം കയ്യിൽ ചെയ്ത് വെക്കണം. മനസ്സിലായോ? അത് സബ്മിറ്റ് ചെയ്യണ്ട. അസൈൻമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാം. ആക്ടിവിറ്റീസ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുക. ചിലപ്പോ ആൽഫബറ്റ്സിന്റെ കാർഡ് ഉണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ വേർഡ് റീഡിങ് കാർഡ് ഉണ്ടാക്കാനായിരിക്കും. അതൊക്കെ പിന്നീട് പറയാം, അതായിട്ടില്ല സമയം. ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതൊന്നും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട. അത് ചെയ്ത് കയ്യിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ ചിലർക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്ലാസ്സിൽ ഒന്ന് കാണിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നും, ക്ലാസ്സിൽ കയറുന്നവർക്ക് കേട്ടോ. അപ്പൊ ക്ലാസ് ടൈമിൽ ഇങ്ങനെ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാം. തന്നെത്താനെ ഇപ്പൊ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അത് എല്ലാം ഇത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? നമ്മൾ ചെയ്യേണ്ടത് ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, അതുപോലെ വെൽനസ്, ഇതിനെ മൂന്നും റിലേറ്റ് ചെയ്യുന്ന പിക്ചർ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യുക. അസൈൻമെന്റ് നോട്ട്ബുക്കിൽ ഒട്ടിച്ചാലും മതി. വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ വരയ്ക്കാം. ഓക്കെ, അങ്ങനെ ചെയ്താലും മതി. കാരണം നമുക്കിത് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് കയ്യിൽ സൂക്ഷിക്കാൻ പറ്റണം. അത് എപ്പോഴും ഒരു നോട്ട്ബുക്ക് ആണെങ്കിൽ നന്നായിരിക്കും. ലൂസ് പേപ്പർ ആകുമ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ പറന്ന് എന്തിൻ്റെങ്കിലൊക്കെ അടിയിൽ, മേശയുടെ അലമാരയുടെ അടിയിൽ പോയി കിടന്നാൽ നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെടും. അവിടെ പോയിന്നും മനസ്സിലാവില്ല. പിന്നെ ബുക്കിലാകുമ്പോൾ സേഫ് ആയിട്ട് ഇരിക്കും. ലൂസ് പേപ്പർ ആകുമ്പോൾ കയറി പോവാനോ നാശമായി പോവാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഹെൽത്തി ഹാബിറ്റ്സ് ലൈക്ക് ബ്രഷ് ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്ന ഫോട്ടോ ചെയ്യാം. പിന്നെ നല്ല ഉറക്കം, കറക്റ്റ് മോർണിംഗ് ടൈമിൽ എണീക്കുന്നു. അപ്പൊ മോർണിംഗ് ടൈം അതൊക്കെ കാണിക്കുമെങ്കിൽ ആ പിക്ചറിൽ ഭിത്തിയിൽ ഒരു ക്ലോക്കില് ടൈം കാണിക്കാം, അല്ലെങ്കിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ടൈം, അങ്ങനെയൊക്കെ ആ ഒരു കറക്റ്റ് ടൈമിൽ എണീക്കുന്നു, കറക്റ്റ് സമയത്തിൽ ഉറങ്ങുന്നു, അങ്ങനെയൊക്കെയുള്ള പിക്ചേഴ്സ് ഒക്കെ കളക്ട് ചെയ്യാം. പിന്നെ നഖം വെട്ടുന്നത്, അതൊക്കെ. ഈ ഫിസിക്കൽ ഫിറ്റ്നസ്, നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആകാനായിട്ട് നമ്മൾ ഏത് ആക്ടിവിറ്റി, റണ്ണിങ്, വാക്കിംഗ്, സ്വിമ്മിങ്, അങ്ങനെ എന്തും ചെയ്യും, ഡാൻസിങ്, അങ്ങനെ അതിൽ ഏതെങ്കിലും ഒരു പിക്ചേഴ്സ് ഒട്ടിച്ചു വെക്കാം. ഇനി വെൽനസിന് നമ്മൾ എന്ത് ചെയ്യും? സുഖം, സന്തോഷം, സമാധാനം, അതാണ് വെൽനസ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മളുടെ ഫാമിലി ആയിട്ട്
ഒരു ഗ്യാതറിംഗ് പോലെ നമ്മളുടെ തന്നെ ഫോട്ടോ ഒട്ടിച്ചാലും നല്ലതായിരിക്കും. ഗ്യാതറിംഗ് പോലെ ഒരു പിക്നിക്കിന് പോകുമ്പോഴുള്ള ഫോട്ടോയോ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇരുന്ന് എന്തെങ്കിലും ഗെയിംസ് കളിക്കുന്നതിന്റെ ഒരു ഫോട്ടോയോ, ഓഫീസിൽ കൊളീഗ്സ് ആയിട്ടിരുന്നിട്ട് ഒരുമിച്ചിരിക്കുന്നത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ ആയിട്ടോ ഉള്ള ഫോട്ടോയോ, കയ്യില് ബർത്ത്ഡേയുടെ കാല ഏതാണ് ബർത്ത്ഡേ ഫോട്ടോസ്. അതെ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. മാം, പിന്നെ ഓരോ സബ്ജക്റ്റിലെയും അസൈൻമെന്റ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയാൽ മതിയോ? ഓരോ സബ്ജക്റ്റിനും ഓരോ അസൈൻമെന്റ് ബുക്ക് വേണോ? വേണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴേ കുറേ പേജസ് ബാക്കിയായിട്ട് വരും. നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി, ഇപ്പം ചിലപ്പോ ഒരു സബ്ജക്റ്റിന്റെ ചിലപ്പോൾ 3 or 4 ഒക്കെ കിട്ടുള്ളൂല്ലോ ക്വസ്റ്റ്യൻ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കോളൂ. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ പിക്ചർ എടുത്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് വന്നൊന്ന് മറുപടി വന്നോട്ടെ. ലേറ്റ് ആയി കയറിയതുകൊണ്ടായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കയ്യില് റിസ്റ്റിന്റെ അവിടെ ഒരു ചെറിയ പെയിൻ വന്നു. ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കൈ അനക്കാനൊക്കെ. അപ്പം മെഡിസിൻ കഴിച്ചിട്ടൊന്നും മാറിയില്ല. ഡോക്ടർ എന്നോട് ബാൻഡേജ് ഇട്ട് കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് കൈ അനക്കുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. റെസ്റ്റ് അപ്പം ബാൻഡേജ് ഇടുമ്പോൾ അനങ്ങാണ്ടിരിക്കുമല്ലോ ആ ഒരു ഭാഗം. ഓക്കെ, സോ ഇപ്പൊ 3 പിക്ചേഴ്സ് മനസ്സിലായല്ലോ, എങ്ങനത്തെ പിക്ചേഴ്സ് കളക്ട് ചെയ്യണമെന്ന്. ഹെൽത്തിന്റെ ഒന്നുകൂടെ പറയോ മാം? ഹെൽത്ത്, നമ്മൾ ഏതെങ്കിലും ഹെൽത്തി ഹാബിറ്റ്സ് ലൈക്ക് നെയിൽസ് കട്ട് ചെയ്യുന്നു, പിന്നെ കുളിക്കുന്നു, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്ന ഫോട്ടോ, അതൊക്കെ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം. സമയത്ത് ഉറങ്ങുന്നു, സമയത്ത് എണീക്കുന്നു, ഓക്കെ, അതൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ആണ്. ബ്രഷ് ചെയ്യുന്നു, ഓക്കെ. ഏതെങ്കിലും 2-3 ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ചാ പോരെ? മതിയോ? ഒരെണ്ണം ആയാലും കുഴപ്പമില്ല, എത്ര എണ്ണം വേണമെങ്കിലും ഒട്ടിക്കാം. ഓക്കെ, അപ്പൊ കളക്ട് ചെയ്തൊക്കെ വെച്ചോളൂ. എഴുതണം എന്നൊന്നുമില്ല കേട്ടോ, ഡീറ്റെയിൽസ് ഒന്നും എഴുതണമെന്നില്ല. ഇനി നിങ്ങൾക്ക് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയ 1-2 സെന്റൻസ് ആ പിക്ചർ റിലേറ്റഡ് എഴുതാം. എഴുതിയില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. ടൈറ്റിൽ മാത്രം കൊടുത്താൽ മതി. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. പിക്ചേഴ്സ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. മഞ്ജുവിനെ എന്നെ കാണാൻ പറ്റുന്നില്ലേ? ഇല്ല മാം, ഞാൻ വെച്ചു വീഡിയോ ഓഫ് ആയിരിക്കുകയാണ്. ഇല്ല, ക്ലാസ് എടുക്കുന്നതാണ് വീഡിയോ ഓഫ് ചെയ്തല്ലോ. പെട്ടെന്ന് എന്തെങ്കിലും ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കോളൊക്കെ വരുവാ. ഇതായിട്ട് പോയി, എന്നിട്ടും വീണ്ടും കാണാൻ പറ്റില്ല. ആണോ? അത് ശരി. അതിനി നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? മഞ്ജു ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ, കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഇഷ്യൂ ഇല്ലെങ്കിൽ മഞ്ജുവിനെ എനിക്ക് കാണാം. എനിക്ക് പക്ഷെ ഞാൻ 2 പോയായിരുന്നു, എന്നിട്ടും കാണാൻ പറ്റുന്നില്ല. അതെയോ? എന്താണോ? അറിയത്തില്ല, ഈടെ എല്ലാം ഉണ്ട്. അതെയോ? ഞാൻ ഒന്നുകൂടെ കട്ടാക്കി നോക്കട്ടെ. നോക്കൂ. ശരിയാ, ക്ലാസ് എടുക്കുമ്പോ കാണാൻ പറ്റില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. മാം, ഇതെന്നാ സബ്മിറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ശരിക്കും ഡ്യൂ ഡേറ്റ് അങ്ങനെ പറയാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഡ്യൂ ഡേറ്റ് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങളൊരു വിത്തിൻ 1 വീക്ക്, ക്വസ്റ്റ്യൻ വന്ന് വിത്തിൻ 1 വീക്ക് തന്നെ ഒന്ന് സബ്മിറ്റ് ചെയ്യൂ. പിന്നെ ഇതിന്റെ മാർക്ക് കിട്ടാൻ ചിലപ്പോൾ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് തുടങ്ങി ഒരു 3 വീക്സ് എങ്കിലും പിടിക്കും. കാരണം അത്രയും കുട്ടികളുടെ ഉണ്ടാവുകയെ, പല ബാച്ചിന്റെ അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്കിത് വാല്യൂ ചെയ്യാനായിട്ട് ടൈം എടുക്കും. 3 വീക്സ് ആയിട്ട് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. സബ്മിറ്റ് ചെയ്ത ഡേറ്റ് തുടങ്ങി 3 വീക്സ് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ കിട്ടാം, ചിലപ്പോൾ അപ്പൊ തന്നെ കിട്ടാം. ഇറ്റ് ഡിപ്പെൻസ്. ചിലപ്പോ 3 വീക്സ്. ഇപ്പൊ 3 വീക്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം മാർക്കിന് വേണ്ടിയിട്ട്. ഓക്കെ മാം. ഓക്കെ, ഇതിനിപ്പോ ഈ പാർട്ട് 1 ഇപ്പൊ നമ്മളുടെ യൂണിറ്റ് 1 കംപ്ലീറ്റ് ആയി. പാർട്ട് 1 വേറെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി? ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ സെക്കൻഡ് യൂണിറ്റ് ഇനി എടുക്കാനുണ്ട് അല്ലേ?
സെക്കൻഡ് യൂണിറ്റ് എടുത്തിട്ടില്ല ആരും? സോ നമ്മൾ ഇല്ല ഇനി മാം. സെക്കൻഡ് യൂണിറ്റിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഇസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, സെക്കൻഡ് യൂണിറ്റ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഓൾറെഡി ഹെൽത്തിനെ കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു പോയി. സെക്കൻഡ് വണ്ണില് ഹെൽത്തിനും ഹൈജീനെയും ഒന്നുകൂടെ എൻഹാൻസ് ചെയ്ത് നമ്മൾ പറയുവാണ്. അപ്പോ നമുക്കറിയാം ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പോ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു പോയി. നല്ല ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കണം, ഉറക്കം, പിന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ എല്ലാം വരും. ഇനി അപ്പൊ ഈ ഹൈജീൻ ഇല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആവൂ? നോ മാം, ഇല്ല. അപ്പൊ ഹെൽത്തിലേക്കുള്ള വഴിയാണ് ഹൈജീൻ അല്ലെ? നമ്മുടെ ലക്ഷ്യം ഹെൽത്ത് ആണെങ്കിൽ, ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിനുള്ള മാർഗം, റൂട്ട്, മീൻസ്, വേ, വഴി ആണ് ഹൈജീൻ എന്ന് പറയുന്നത്. സെയിം തന്നെയാണ് നമുക്ക് 6th ചാപ്റ്റർ വരുന്നത്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞ് 6th ചാപ്റ്റർ വരുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മള് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീടിനകത്തുള്ളത്, നമ്മുടെ ചുറ്റുപാട് സറൗണ്ടിങ്സിലെ ഹൈജീൻ എല്ലാമാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം. അപ്പൊ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. അപ്പൊ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമ്മൾക്ക് അതിനുള്ള മാർഗം ഹൈജീനാണ്. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് ആയിരിക്കണമെങ്കിൽ, മെന്റലി ഹെൽത്ത് ആയിരിക്കണമെങ്കിൽ അതിലേക്കുള്ള മാർഗവും മെന്റൽ ഹൈജീൻ തന്നെയാണ്. അതാണ് രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ് ഹെൽത്തി ആയിട്ടിരിക്കുന്നത്? നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കും, നമുക്ക് നല്ല ക്വാളിറ്റി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ. അതാണ് നമ്മള് ഈ ഹെൽത്തിന്റെയും ഹൈജീന്റെയും ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇങ്ങനെ ഹെൽത്തി ആയിരിക്കുന്നതിന്റെ ഒരു അവയർനെസ് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്കും ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ ലോക്കൽ അതോറിറ്റി പല കാര്യങ്ങളിലുള്ള അവയർനെസ് തരും. ചിലപ്പോൾ ഹെൽത്തിൽ നിന്നുള്ള ആളുകൾ വീട്ടിൽ വന്നിട്ട് ചില സർവേ നടത്തും. ചിലർ വന്നിട്ട് ഡ്രൈ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കണം. അതായത് നമ്മുടെ വീട്ടില് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ, അങ്ങനെ ചിരട്ട, എന്തെങ്കിലും പാത്രങ്ങള്, ചെടിച്ചട്ടിയുടെ അത് വെക്കുന്ന ഒരു ചെറിയ എന്താ പറയാ ഒരു ട്രേ പോലെയുണ്ട്, അതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ നോക്കി അതൊക്കെ ഒഴിവാക്കി എല്ലാ സ്ഥലങ്ങളും ഡ്രൈ ആക്കുക എന്നൊക്കെ പറഞ്ഞ് അവര് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ട് പോകും അല്ലെ. പിന്നെ ഇപ്പം ഈ മറ്റേ ഒരു ബ്രെയിനില് മറ്റേ അമീബ ആ ഒരു ഇഷ്യൂ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് കാരണം പല വീടുകളിലും ഈ ലോക്കൽ അതോറിറ്റി, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് അവിടെ നിന്നൊക്കെ ആയിട്ട് ക്ലോറിൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലോറിൻ നമ്മുടെ കിണറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണോ യൂസ് ചെയ്യുന്നത് അതിനകത്ത് വാട്ടർ ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഓരോരോ സ്റ്റെപ്സ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ആണെങ്കിലും നമ്മൾ വീട്ടിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം നല്ല വൃത്തിയുള്ളതാണോ ഒക്കെ, ക്ലീൻ വാട്ടർ, ഫ്രഷ്, അതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഞാൻ കുറച്ച് PDF-ൻ്റെ ചില പോയിന്റ്സ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതൊന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ഹെൽത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. സോ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ?
Health is a necessary condition for the social, cognitive. മീൻസ് ഇപ്പൊ എടുക്കണ സെക്കൻഡ് ചാപ്റ്റർ ആണോ? അപ്പൊ 6th ചാപ്റ്റർ എടുക്കണല്ലേ? ഏതാ? 6th ചാപ്റ്റർ പറഞ്ഞിട്ട് ഇപ്പൊ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോയാ? അതായത് ഞാനിപ്പോ യൂണിറ്റ് 1 അല്ലേ കഴിഞ്ഞത്. യൂണിറ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. അപ്പൊ ഞാനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാണ് യൂണിറ്റ് 6നെ കുറിച്ച്. നമ്മളിപ്പോ ശരീരത്തിന്റെ ആരോഗ്യവും ആ ഹൈജീനുമാണ് പറയുന്നത്. 6ല് നമ്മള് മനസ്സിന്റെ ആരോഗ്യവും ഹൈജീനും പറയും, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പറയും. അപ്പൊ യൂണിറ്റ് 2 കഴിഞ്ഞിട്ട് ഞാൻ നേരെ യൂണിറ്റ് 6ലേക്കായിരിക്കും പോകുന്നത്. കാരണം അതിന് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് നിങ്ങൾക്ക് മറ്റു ടീച്ചേഴ്സ് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. 3rd കഴിഞ്ഞെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ആദ്യം നമുക്ക് ശരീരത്തിന്റെ ആരോഗ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് മെന്റൽ ഹെൽത്തിലേക്ക് പോവാം. ഓക്കെ? അത് മാർഗവും ലക്ഷ്യവും ഒന്ന് പറയാൻ വേണ്ടി ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞതാ. അതായത് നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിലേക്കുള്ള മാർഗം നമ്മള് പേഴ്സണൽ ഹൈജീനും ഡൊമസ്റ്റിക് ഹൈജീനും ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യത്തിലേക്കുള്ള മാർഗം മനസ്സിന്റെ ഹൈജീൻ ആണെന്ന് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, വായിച്ചു. ഓക്കെ മാം, ആദ്യം മുതൽ വായിക്കട്ടെ മാം, ഫസ്റ്റ് മുതൽ. ഓക്കെ. ഹെൽത്ത് ഈസ് എ നെസസറി psychomotor language, etc. are affected by his health. Aristotle's maxim sound mind in a body, in a sound body, is a completely accepted idea. Health can be defined as 1 or 2 sentences. According to experts, health is not in which an individual is free from any disease. Here comes the role of health education. Health, nothing but another name of hygiene. The word hygiene has been derived from the Greek word, name of Greek goddess of healing, and it means health. The knowledge on health and hygiene children to achieve and maintain good health and hygiene habits by themselves as well as the society. സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഇവിടെ ജസ്റ്റ് സെന്റൻസിൽ ചെറിയൊരു കറക്ഷൻ വരുത്തേണ്ടതുണ്ട്, ഞാനത് പറയാം. അപ്പൊ ഹെൽത്ത്, നമുക്ക് ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു കുട്ടിയുടെ വളർച്ച, നമ്മളിപ്പോ ഒരു ഗ്രോണപ്പ് ആയി അല്ലെ, നമ്മുടെ ഓൾറെഡി നമ്മളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് എല്ലാം കഴിഞ്ഞ് അഡൾട്ട്ഹുഡിന്റെ ഒരു ഒന്നിലെയും മിഡില് അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ലെവലിലൊക്കെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ വളർച്ച, അതിപ്പോ ശരീരത്തിന്റെ വളർച്ചയാണെങ്കിലും മനസ്സിന്റെ വളർച്ചയാണെങ്കിലും മനസ്സിന്റെ വികാസമാണെങ്കിലും ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു നെസസറി കണ്ടീഷനാണ്. പല ഡെവലപ്മെന്റിലൂടെ കുട്ടി കടന്നു പോകുന്നു. ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ളത്, സോഷ്യൽ, സാമൂഹികമായിട്ടുള്ളത്. എന്താ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ആൾക്കാരായിട്ട് മിങ്കിൾ എന്തായിരുന്നു സോഷ്യൽ വെൽനസ്? Connection with others. മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നു, മേർജ് ചെയ്ത് പോകുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു. നമ്മൾ പറയും ജനിച്ച് കുട്ടി കുറച്ച് ദിവസങ്ങൾ പറയുമ്പോ ഇപ്പൊ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ലേ? ആ സോഷ്യൽ സ്മൈല് കുട്ടിക്ക് തുടങ്ങും. ഒരാളെ കാണുമ്പോൾ നോക്കി ചിരിക്കും. സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുന്നതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണല്ലേ അത്, ആ ഒരു സോഷ്യൽ സ്മൈല് കുട്ടിയുടെ മുഖത്ത് വരുന്നത്. അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റ് കുഞ്ഞുങ്ങളുടെ നടക്കുന്നു. അതുപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവരുടെ ഇന്റലക്ച്വൽ, ബുദ്ധിപരമായിട്ടുള്ള ആ വികാസം. അഫക്റ്റീവ് സൈക്കോമോട്ടർ എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഓറിയന്റഡ്, അവർ മൂവ് ചെയ്യുന്നു, അതാണ്. മോട്ടോ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ലാംഗ്വേജ്, ഇതെല്ലാമാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ സെന്റൻസില് നമുക്ക് തുടങ്ങുന്നത് എങ്ങനെയാണല്ലോ, ഹെൽത്ത് ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്, കഴിഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. പിന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, അതായത് സെന്റൻസ് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഹെൽത്ത് ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്.
സെന്റൻസ് ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ്. ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഞാൻ എക്സ്ട്രാ പറയുന്നത് ടൈപ്പ് ചെയ്തിട്ടേക്ക്, ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, പിന്നെ ബാക്കി അതിൽ പറഞ്ഞിരിക്കുന്ന ഓൾ ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്. യെസ്, താങ്ക് യു പ്രസിദ്ധ. ബാക്കി അതിൽ പറയുന്നുണ്ട് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്ന് പ്രസിദ്ധ മഞ്ജു ഒക്കെ ഇട്ടിട്ടുണ്ട്. കൺസിസ്റ്റ് ഓഫ്, പിന്നെ ബാക്കി നമ്മുടെ സെന്റൻസ് ഓൾ ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്. ഓഫ് എ ചൈൽഡ് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ഫിസിക്കൽ എന്നുള്ളതിന് മുമ്പ് നമ്മൾ ദാറ്റീസ് എന്ന് പറഞ്ഞിട്ട് ലാറ്റിനിൽ എഴുതില്ലേ, ഐ ഇട്ടിട്ട് ഒരു കുത്തിട്ടിട്ട് ഈ ഇടുന്നത് ദാറ്റീസ് എന്നുള്ളതിന് പകരമായിട്ട്. ഇങ്ങനെ ഇടാറില്ലേ? ഞാൻ മെസ്സേജിൽ ഇട്ടിട്ടുണ്ട്. യെസ്, അത് തന്നെ ദിവ്യ. ഓക്കെ, ദാറ്റ് ഈസ് ഫിസിക്കൽ, സോഷ്യൽ, കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടർ, ലാംഗ്വേജ്, എക്സെട്ര എന്ന് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ആർ അഫക്റ്റഡ് ബൈ ഹിസ് ഹെൽത്ത് എന്നുള്ളത് ഒഴിവാക്കുക. നമ്മൾ എഴുതിയത് ഹെൽത്ത് ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്, കോമ ദാറ്റ് ഈസ് ഏതൊക്കെയാണെന്നുള്ളത്, ആ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത് ഫിസിക്കൽ, സോഷ്യൽ, കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടർ, ലാംഗ്വേജ്, എക്സെട്ര. ശാരീരികം, സാമൂഹികം, ബുദ്ധിപരമായിട്ടുള്ളതും, പിന്നെ കുട്ടിയുടെ മൂവ്മെന്റ്, സൈക്കോമോട്ടർ, മനസ്സിന്റെയും ശരീരത്തിന്റെയും ആ ഒരു ഡെവലപ്മെന്റ്. സൈക്ക് എന്ന് പറയുന്നത് മനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സൈക്കോളജിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഫിസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവുമായിട്ട് റിലേറ്റഡ്, സൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് റിലേറ്റഡ്, ലാംഗ്വേജ്, എക്സെട്ര. പിന്നെ അരിസ്റ്റോട്ടിൽ, ആരായി അരിസ്റ്റോട്ടില്? മാക്സിൻ. എന്തോ മാക്സിന്റെ. ഓക്കെ, അല്ല അരിസ്റ്റോട്ടിൽ ആരാ? ഒരു ഫിലോസഫർ ആണ്. യെസ്, ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണല്ലേ. അദ്ദേഹം ഒരു പോളിമാത്ത് ആണ്. പോളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നോളജ്, പല ഏരിയാസിലും അദ്ദേഹത്തിന് കുറെ അറിവുകളുണ്ട്. പോളി എന്ന് പറഞ്ഞാൽ മെനി. അദ്ദേഹം പറഞ്ഞ ഒരു മാക്സിം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ, ആക്സിം, തിയറി എന്നൊക്കെ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം. പക്ഷെ വേറൊരാൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. മാക്സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ അല്ലെ, ഒരു തിയറി പോലുള്ള ഒരു കാര്യം. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി. ഇത് ഒരു കംപ്ലീറ്റ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ, ഒരു ഐഡിയ ആണ്. സൗണ്ട് മൈൻഡിനെ സൗണ്ട്, നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, എന്തും കിട്ടും, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എല്ലാം ഉണ്ട്. പക്ഷെ മനസ്സിനൊരു സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല എന്നൊക്കെ പറയും. അപ്പൊ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സും, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. സോ ദാറ്റ് മീൻസ് അത് നമ്മളുടെ മനസ്സിനെയും ബാധിക്കും. രണ്ടും കണക്റ്റഡ് ആണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സിൻ്റെ ഉള്ളിൽ, ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം ഒരുമിച്ച് പോകും എന്ന് പറയുന്ന പോലെ. ഇതാണ് ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു ആക്സിയം അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലുള്ള വേറെയും ഫ്രേസസ് എന്ന് പറയുന്നത് മലയാളം പറയാ, ഉദ്ധരണികള് എന്തൊക്കെ പറയില്ലേ, അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? ഹെൽത്തി മൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി, അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ? യെസ്, പറയാം. ഇംഗ്ലീഷിൽ എന്താ പറയുന്നറിയില്ല, മലയാളത്തിൽ അറിയില്ല. പറഞ്ഞപ്പോ ഞാനും ആലോചിക്കുക അതിനെന്താ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത്. ഓക്കെ, പിന്നെ ഇത് കേട്ടിട്ടില്ലേ, നമ്മൾ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ലെന്ന് നമ്മൾ പറയില്ലേ? അതായത് ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി. ആരോഗ്യമില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിർച്വൽ ഡെത്ത് ആണെന്ന്, മരണത്തിന് തുല്യമാണെന്ന്.
ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, വെർച്വൽ ഡെത്ത്. ചത്തുവിനൊക്കെമേ ജീവിച്ചിരിക്കലെന്ന് പറയുന്ന പോലെ ആരോഗ്യമില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചതിന് തുല്യം തന്നെയാണ് പറയുന്നത്. അപ്പോ അടുത്ത ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു അസൈൻമെന്റ് ആണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ് കളക്ട് ചെയ്യുക. ഒന്ന് ഇത് എഴുതാം. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, ഹെൽത്തി മൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി, പിന്നെ ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, എ വിർച്വൽ ഡെത്ത്, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, ഇഫ് ക്യാരക്ടർ ഇസ് ലോസ്റ്റ് എവറിത്തിങ് ഇസ് ലോസ്റ്റ്. അങ്ങനെയൊക്കെ കുറെ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫ്രേസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഫ്രേസസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു അസൈൻമെന്റ്. ഇതിൽ വേറെയും വരുന്നുണ്ട്. ഓരോ ടോപ്പിക് വരുമ്പോഴേക്കും ഞാനത് പറയാം ക്ലാസ് റൂമിൽ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? നമ്മുടെ ഈ അസൈൻമെന്റ് ഒക്കെ നമ്മൾ എവിടെയാ സബ്മിറ്റ് ചെയ്യുന്നത്? അത് ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് ഇട്ട് തരുമ്പോൾ മാത്രമാണ്, ക്ലാസ് റൂമിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കളക്ട് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്, അതാണ് ഇപ്പൊ പറഞ്ഞ ഒരു അസൈൻമെന്റ്. കളക്ട് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്, THRASES. മാം ഒന്നും കൂടെ പറയേണ്ട സ്പെല്ലിങ്? THRASES. അതിന് നമുക്ക് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എഴുതാം. പിന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഞാൻ സ്പെല്ലിംഗ് തെറ്റിപ്പോട്ടോ, ഫ്രേസസ് രണ്ടാമത് എഴുതിയതാണേ കറക്റ്റ്. എത്ര എണ്ണം എഴുതണം അത്? ഒരു 3 എണ്ണമൊക്കെ കിട്ടുമെങ്കിൽ 3 എണ്ണം എഴുതിക്കോളൂ. മിനിമം എത്ര എഴുതിയാലും കുഴപ്പമില്ല. മിനിമം 2 or 3. ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് ഈസ് വെൽത്ത്, യെസ്, അതൊരു ഫ്രേസ് ആണ്. ഹെൽത്ത് എന്ന് പറയുന്നത് അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്, ആണോ? എവിടെയാണ് മനസ്സിന്റെ സന്തോഷം, എന്തോ മനസ്സിന്റെ സന്തോഷമാണ് ഹെൽത്തില് ഏറ്റവും കൂടുതൽ. ഓക്കെ. അപ്പൊ ഹെൽത്ത് എന്ന് പറഞ്ഞ ഇവിടെയാണ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി നല്ലൊരു അവയർനെസ് കിട്ടുകയും വേണം. അതേസമയം നമുക്ക് അതിനെപ്പറ്റി എല്ലാം അറിയാം. ഹെൽത്തി ആയിരിക്കാൻ എന്ത് ചെയ്യണം, ഹൈജീന്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ഇത് നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലോ നമുക്ക് ഹെൽത്ത് കിട്ടുമോ? നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. ഇനി ഈ വേർഡ് ഹൈജീൻ, ഒരു ഗ്രീക്ക് ദേവതയുണ്ട്, ഹൈജിയ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രീക്ക് ദേവതയുണ്ട്. HYGIEA ആണ് കേട്ടോ ആ ഗോഡസിന്റെ പേര്. HYGEIA ആണെന്ന് തോന്നുന്നു. GEIA, ഹൈജിയ, GEIA GIE ഏതോ ഒരു പേര് നോക്കട്ടെ. അപ്പൊ ഈ ഗോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഗോഡസ് ആണ് ഈ ഹൈജിയ എന്ന് പറയുന്ന ഗോഡസ്. അതിൽ നിന്നാണ് ഹൈജീൻ എന്നുള്ളൊരു വാക്ക് നമുക്ക് കിട്ടിയത്. ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഗോഡസ് ആണ്, ഗ്രീക്ക് ഗോഡസ് ആണ് ഹൈജിയ. അതിൽ നിന്നാണ് നമുക്ക് ഹൈജീൻ എന്നൊരു വാക്ക് വരുന്നത്. അപ്പൊ കുട്ടികൾക്ക് നമ്മള് ഇപ്പൊ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞു അല്ലെ, ചെറുപ്പകാലത്ത് ശീലിക്കുന്നതായിരിക്കും നമ്മൾ പ്രായമാവുന്നവരെയുള്ളത്. ആ ചെറുപ്പകാലത്ത് ശീലിക്കുന്നത്, ആ ഹാബിറ്റ്സ് ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ അത് അവരുടെ വളർച്ചയ്ക്ക് നല്ലതല്ലേ. അപ്പൊ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ നല്ല ഹാബിറ്റ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ നമ്മളെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികൾ നമ്മളിൽ നിന്ന് നല്ലത് പഠിക്കില്ല. നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം, അപ്പൊ അവർ അത് ഫോളോ ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെട്ടവരെ റോൾ മോഡൽ ആക്കാനായിട്ട് അവർ എപ്പോഴും ശ്രദ്ധിക്കും. അപ്പോൾ
ചെറുപ്പത്തിലെ കുട്ടികളിൽ ഗുഡ് ഹാബിറ്റ്സ് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ ചൊട്ടയുടെ ശീലം ചുടല വരെ എന്നുള്ളത് നല്ലൊരു പോസിറ്റീവ് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അവസാനം വരെ അവർ ആ നല്ല ഹാബിറ്റ്സ് അവർ ത്രൂ ഔട്ട് ദെയർ ലൈഫ് അവർ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ഗുഡ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഹാബിറ്റ്സ് അവര് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും എല്ലാം അവര് പഠിക്കും. ഓക്കെ, കുട്ടികളുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ അവർ കടന്നു പോകുന്ന എൻവിയോൺമെന്റ് ആണ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ്. ഹൈജിയുടെ സ്പെല്ലിംഗ് HYGIA ആണോ GIEA ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടോ, അന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കിട്ടുമായിരിക്കും കേട്ടോ. ഹൈജിയ HYGEIA ആണ് കേട്ടോ. GEIA, ഗ്രീക്ക് ഗോഡസ് ഓഫ് ഹെൽത്ത്, എന്താണ് ഹൈജീൻ. ഹൈജീൻ എന്ന് പറയുമ്പോൾ എല്ലാം വരുമല്ലോ, ക്ലീൻലിനെസ്, സാനിറ്റേഷൻ, എല്ലാ കാര്യങ്ങളും വരും. ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഒരു ഗ്രീക്ക് ഗോഡസ് ആണ് ഹൈജിയ, HYGEIA. ആ ഗോഡസ് അക്ലീപ്പിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോഡിന്റെ മകളായിരുന്നു. ഈ അക്ലീപ്പിയസ് ഹീലിംഗ്, അതായത് മുറിവുണക്കുക അങ്ങനത്തെ ഇതുണ്ടല്ലോ, ഹീലിംഗിന്റെ ഗോഡായിരുന്നു. മഞ്ജു, HYGEIA, ഹൈജിയ, ഗോഡസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നമ്മളിനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്. ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ പോലെ തന്നെയാണ് എന്ത് എഡ്യൂക്കേഷനും. നമ്മളൊരു അറിവ് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേടി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുകയല്ല, നമ്മളത് അപ്ലൈ ചെയ്യണം. നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി നമ്മളൊരു നോളജ് ആയിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെക്കും. പക്ഷെ അങ്ങനെ സൂക്ഷിച്ചു വെക്കുകയല്ല വേണ്ടത്, അത് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മളുടെ അറിവ് നമ്മൾക്ക് ആവശ്യമുള്ളിടത്ത് നമ്മൾക്ക് ഉപകരിക്കപ്പെടണം. അത് മറ്റുള്ളവർക്കും കൂടെ നമ്മുടെ അറിവും നോളജും സ്കില്ലും പകർന്നു കൊടുക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. അതുപോലെ തന്നെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷനും. നമുക്ക് കുറെ അവയർനെസ് പല എക്സ്പേർട്ടിൽ നിന്ന് കിട്ടും. ഹെൽത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നെല്ലാം കിട്ടും. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി വെക്കുന്നതല്ല, നമ്മളത് നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. നമുക്ക് കാണാം. യൂണിറ്റ് 1 കഴിഞ്ഞു. അതിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരും. യൂണിറ്റ് 1 ഒരു അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിടും. സെക്കൻഡ് യൂണിറ്റിലെ ഓരോരോ ടോപ്പിക് ആവുമ്പോൾ അസൈൻമെന്റ് അങ്ങ് ഇട്ടേക്കാം നിങ്ങളുടെ ക്ലാസ് റൂമിൽ. അപ്പൊ നിങ്ങൾക്ക് കുറേശ്ശെയായിട്ട് സമയം കിട്ടുമ്പോൾ ചെയ്ത് വെക്കാലോ. യൂണിറ്റ് കഴിയുന്ന ഉടനെ എല്ലാം കൂടെ ഒരുമിച്ച് വരേണ്ട ആവശ്യമില്ല. 1ന്റെ കുഴപ്പമില്ലായിരുന്നു, 1 ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? Yes, ma'am. Good afternoon, ma'am. Good afternoon, everyone. Today class with Jisha ma'am was really wonderful. We learned about type of physical fitness, contents of physical fitness in a simple and clear way. It was an interesting and useful session for all of us. Thank you, ma'am, for your guidance. Wishing everyone a happy afternoon. Thank you. ഓക്കെ, ബൈ. Miss, Thank you, ma'am. Thank you, ma'am. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മാം നേരത്തെ ഒരു 2 ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഡെയിലി റുട്ടീന്റെയും ഒരു ഹാൻഡ് വാഷിന്റെയും സോങ് ഒക്കെ ചെയ്യാനായിട്ട്. അതിൽ തന്നെയാണോ ഈ അസൈൻമെന്റും ചെയ്യേണ്ടത്? അതൊരു നോട്ട്ബുക്കിലാണോ എഴുതി വെച്ചിരിക്കണേ? അതെ അതെ. അതിൽ തന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. ആക്ടിവിറ്റി അത് രണ്ടും ആക്ടിവിറ്റിയാ തന്നേക്കുന്നത്. കുഴപ്പമില്ല, കാരണം നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടല്ലേ അപ്ലോഡ് ചെയ്യുന്നേ. അപ്പൊ നമ്മൾ ചെയ്തതിന്റെ മാത്രല്ലേ ഫോട്ടോ ഇമേജ് അല്ലേ പോകുന്നുള്ളൂ. അപ്പൊ ഒരു കോളേജ് നോട്ട് മേടിച്ചിട്ടെല്ലാം അതിൽ തന്നെ എഴുതിയാൽ മതി അല്ലേ? മതി. ഇനി ടെക്സ്റ്റ് ബുക്കൊക്കെ ആണെങ്കിൽ ആക്ടിവിറ്റിക്ക് വേറെ അസൈൻമെന്റിന് വേറെ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, പ്രോബ്ലം ഇല്ല. അങ്ങനെ ആയാലും കുഴപ്പമില്ല. വലിയ നോട്ട്ബുക്ക് ഒക്കെ വാങ്ങിച്ചെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രത്തോളം ആക്ടിവിറ്റിയും അത്രത്തോളം അസൈൻമെന്റും വരണമെന്നില്ല. 2-3 ബുക്ക് ആവുമ്പോഴേ, അതുകൊണ്ടാണ് ഇതിന് ഒരു ബുക്കായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എഴുതി വെക്കാം, അങ്ങനെയും ചെയ്യാം. അതും നിങ്ങളതിനുള്ള ഫ്രീഡം ഉണ്ട്.
നമ്മൾ പറയുന്നത് മാത്രം ചെയ്യണമെന്നില്ല. ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇത് ചെയ്തു വെച്ചാൽ നന്നായിരിക്കുന്നു തോന്നുകയാണെങ്കിൽ അതും ചെയ്തു വെക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു മിസ്. Thank you. Thank you. താങ്ക് യു മിസ്.